ഹലോ മുത്തോടെ എന്തൊക്കെ പാടിച്ചുമല്ലേ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലാട്ടോ. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം 230 മുകളിൽ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും അല്ലാതെ ലൈവായിട്ടും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ഈ 2-3 മാസ കാലയളവിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സപ്പോർട്ടും അതിലേറെ വിമർശനങ്ങളും കിട്ടിയ വീഡിയോസും ഒരുപാടുണ്ട്. പക്ഷേ വളരെ സന്തോഷം തോന്നുന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ 2 ദിവസം മുമ്പ് ഇട്ട ഒരു പ്രവാസി എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഞാൻ ശ്രദ്ധിക്കാത്ത രീതിയിൽ പെട്ടെന്നാണ്ട് റീച്ചായി. സാധാരണ നമുക്കറിയാം, ചിലപ്പോൾ വീഡിയോസൊക്കെ ക്ലിക്കാകും, ചിലപ്പോൾ അത് ക്ലിക്കാവില്ല. അതൊക്കെ ഓരോ വീഡിയോൻ്റെ ഒരു ചിലപ്പോൾ രസത്തിനാവും, ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു റീച്ചും കാര്യങ്ങളൊക്കെ. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. ആ ഒരു ഷോട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഷോപ്പിൽ ഞാൻ ഏകദേശം ഉച്ചയ്ക്ക് 3 to പുലർച്ചെ 4 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം. അതായത് 13 മണിക്കൂറാണ് എൻ്റെ ഡ്യൂട്ടി ടൈം. കഫ്തീരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാൻഡ്വിച്ചിൻ്റെ വർക്കുമാണ്. എന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷേ ആ ജോലി കഴിയാൻ നേരത്തെ ഞങ്ങളൊക്കെ ഒന്ന് ക്ലീനാണ്. അങ്ങനെ പൊതുവെ നമ്മൾ എപ്പോഴും നമ്മുടെ നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കും. കാരണം നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളും എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് വെക്കണം. ഇത് ഇവിടെ നിന്നല്ലേ, എവിടെ ആയാലും നമ്മളൊരു വൃത്തിയിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഏരിയ എപ്പോഴും നമ്മൾ പരമാവധി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കൊണ്ടുനടക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാം എപ്പോഴും ക്ലീനാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നേരത്ത് ക്ലീനാക്കുന്നതിനിടയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ഒരു വീഡിയോ എടുത്തു. ഞാനിങ്ങനെ മൊഫോണ്ട് ഇങ്ങനെ വൈപ്പറിട്ട് ഇങ്ങനെ ക്ലീനാക്കുന്ന ഒരു വീഡിയോ എൻ്റെ ഒരു കൂട്ടുകാരെടുത്തു. സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ പോകാൻ ഏകദേശം ഒരു 15-20 മിനിറ്റ് ബാക്കിയുള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ വേഗം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് പോകാമല്ലോ എന്നുള്ള ആ രീതിയിൽ ഇങ്ങനെ വേഗം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണില്ല. പിന്നെ ഞാൻ റൂമിൽ ചെന്നിട്ട് അവന് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു വീഡിയോ വാട്സപ്പിൽ വിട്ടിട്ടുണ്ട്, ഒന്ന് നോക്ക് കേട്ടോ. ഓക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ നോർമലി ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ആ വീഡിയോ തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത് ഈ സംഭവമാണ്. സത്യം പറഞ്ഞാൽ എന്താ സംഭവം. സാധാരണ ഞാൻ 5 കൊല്ലത്തോളമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഈ ഷോപ്പിലല്ല, ഇവരെ മൊത്തത്തിൽ ഷോപ്പിൽ ഞാൻ 5 കൊല്ലത്തോളമായി വർക്ക് ചെയ്യുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇവനെന്തോ ഒരു ഇതിൽ ഇങ്ങനൊരു സംഭവം എടുത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഏതായാലും എൻ്റെ ചാനലധികം ഷോർട്ട് അന്ന് ഷോർട്സൊന്നും ഞാൻ ഡെയിലി ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ എന്നൊക്കെ തോന്നി, എന്നാൽ ഏതായാലും ഒരു വീഡിയോ കിട്ടിയല്ലേ, അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തിടാന്നുള്ള ആ രീതിയിൽ ഞാൻ എന്താട്ടി, അപ്പോൾ അത് ഇട്ടതിൽ അതൊരു പ്രവാസിയുടെ ഒരു സംഭവം പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ടായിട്ട്. എന്താണെന്ന് പറയാമെന്നറിയില്ല, എനിക്ക് എന്നൊന്നും ഇല്ലാത്തൊരു സപ്പോർട്ട്. അത് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടെന്നോ ഒരുപാട് ലൈക്ക് ഉണ്ടോയെന്നൊന്നുമില്ല, ഒരുപാട് കമൻസ്. നമ്മുടെ മറ്റുള്ള വീഡിയോസിനൊക്കെ കമൻസ് വരാറുണ്ട്. പക്ഷെ അതിലൊക്കെ ലൈക്കോ അല്ലല്ല എന്താ പറയുക, ഒരുപാട് വല്ല തംസപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഒരു ലവ് ആയിട്ടോ അങ്ങനെയുള്ള കമൻസൊക്കെ വരാറുള്ളത്. പക്ഷെ ഇതിൽ അങ്ങനെയുള്ള കമൻസ് എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അതല്ല ഇതിൽ ഒരുപാട്. കാരണം ഞാൻ എൻ്റെ ഈ 230 മുകളിൽ വീഡിയോ ചെയ്തതിൽ എനിക്ക് ഇന്നേ വരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള കമൻസാണ് അതിൽ വന്നത്. ഓരോരുത്തർ കമൻറ്റ് ചെയ്തത് ഭയങ്കര സന്തോഷം. അനസ്പ്രോ, ഞാൻ നിങ്ങളെ ഷോപ്പിൽ വന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഓരോ പണി നിങ്ങളെ കണ്ടപ്പോൾ അഭിമാനം, അതുപോലെ തന്നെ സന്തോഷവും സങ്കടം തോന്നി. കാരണം ഈ വർക്ക്, കാരണം അതുപോലെ തന്നെ ഒരാൾ ചെയ്തു, നിങ്ങൾ എന്താ പറയുക, ഞാൻ സാൻഡ്വിച്ച് വാങ്ങാൻ വന്ന ടൈമിൽ നിങ്ങളെ ഫുള്ള് തിരക്കിലായിരുന്നു. ഞാൻ വണ്ടിയിലെന്ന്, അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റിയില്ല. ഞങ്ങളത് ഡെയിലി നിങ്ങളായിരുന്നു ചിക്കൻ മസാല അതുപോലെ തന്നെ ബീഫ് മസാല ഒക്കെ വാങ്ങി തരും. കാരണം നമ്മളൊരു നല്ലൊരു സ്പെഷ്യലായിട്ട് കൊടുക്കാറ് സാധനങ്ങൾ. അപ്പോൾ അത് കഴിക്കാനൊക്കെ ഞാൻ വരാറുണ്ട്. പക്ഷെ ഞാൻ വന്നപ്പോൾ നിങ്ങളെ കണ്ടില്ല, നിങ്ങൾ തിരക്കിലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ. പിന്നെ വേറെ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ 4 വർഷത്തോളമായിട്ട് അറിയാം, നിങ്ങളെ കുടിയിരിക്കലിന് പോലും നിങ്ങൾ പോവാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞു. നിങ്ങൾ ഫുൾ ടൈം തിരക്കിലാണുള്ളത് എനിക്കറിയാം. അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള കമൻറ്റ് നമ്മുടെ
ഒരു ജോലി, നമ്മളൊരു ആത്മാർത്ഥയുടെ രീതിയിലുള്ള കമൻറ്റ്സ് ഒരുപാട്. കാരണം നമ്മളറിയുന്ന നമ്മുടെ എന്താ പറയുക ചുറ്റുവട്ടത്തുള്ള പക്ഷേ അവർ ഇന്നേ വരെ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടൊന്നും കമൻറ്റ് ചെയ്ത ആൾക്കാരല്ല. പക്ഷേ ഈ ഒരു വീഡിയോക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു പ്രവാസി, ആ പ്രവാസിക്ക് മറ്റൊരു പ്രവാസിയെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് ഉണ്ട് എന്നുള്ളത് ആ വീഡിയോ, ഒരു യൂട്യൂബിലെ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളതിലല്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, ഞാൻ മാത്രമേ, അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ തരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, അതൊക്കെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരും ഇതുപോലെ ഓരോ ബുദ്ധിമുട്ട് കഴിഞ്ഞ് വരുന്നവരുകൊണ്ടാവും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കിട്ടാത്ത രീതിയിലുള്ള സപ്പോർട്ട് കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ.